നമസ്കാരം. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ച്. ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്നും അന്വേഷണവുമായി ജീവനക്കാർ സഹകരിക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് നിലപാട് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. ദിയ കൃഷ്ണയുടെ ഔബയോസി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവർക്കെതിരെയാണ് കേസ്. മൂവരുടെയും അക്കൗണ്ടിലേക്ക് ഒരു വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അക്കൗണ്ടിലെത്തിയ മുഴുവൻ തുകയും വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. 2024 ജനുവരി 1 മുതൽ 2025 ജൂൺ 3 വരെയുള്ള കാലയളവിൽ 75 ലക്ഷം രൂപയാണ് 3 പേരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയതെന്നാണ് കണ്ടെത്തൽ. 2 പേരുടെ അക്കൗണ്ടുകളിലായി 60 ലക്ഷം രൂപയാണ് എത്തിയത്. വിനീതയുടെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപയും ദിവ്യയുടെ അക്കൗണ്ടിൽ 35 ലക്ഷം രൂപയുമാണ് എത്തിയത്. ജീവനക്കാരായ 3 പേർ ചേർന്ന് സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ദിയ കൃഷ്ണകുമാറിന്റെ പരാതി. ഈ പരാതി കണ്ടോൺമെന്റ് ACPക്ക് കൈമാറിയിരുന്നു. പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോഴാണ് തങ്ങളെ ജാതിയുമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തുവെന്ന് ജീവനക്കാർ പരാതി നൽകിയത്. സംഭവം വിവാദമായതോടെ ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്നതിന്റെ നിർണായക ദൃശ്യങ്ങൾ കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിട്ടിരുന്നു. തെറ്റുപറ്റിയെന്നും ജീവനക്കാർ വീഡിയോയിൽ പറയുന്നുണ്ട്. 2024 ഒക്ടോബർ മുതൽ ഇത്തരത്തിൽ പണം എടുത്തതായി ജീവനക്കാർ വീഡിയോയിൽ സമ്മതിക്കുന്നു. അതേസമയം 8 ലക്ഷം രൂപ വാങ്ങിയ ശേഷം തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതായി ജീവനക്കാർ പരാതി നൽകിയിരുന്നു. ഈ കേസിലെ ദിയ കൃഷ്ണയുടെ ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കും. നേരത്തെ അന്വേഷണം നടത്താനിരുന്ന മ്യൂസിയം പോലീസിന് ക്രമസമാധാന ചുമതലകൾ ധാരാളമുള്ളതിനാൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 11 അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് പോലീസ് മേധാവി ഉത്തരവിടുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് DYSP പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. അതേസമയം അന്വേഷണത്തിന് വേഗം പോരെന്ന ആക്ഷേപവും ശക്തമാണ്. കവടിയാറിലാണ് ദിയയുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ ജീവനക്കാരെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്ന് നേരത്തെ കൃഷ്ണകുമാർ വ്യക്തമാക്കിയിരുന്നു. ജീവനക്കാർ തെറ്റ് സമ്മതിച്ചു. കേസ് കൊടുക്കാതിരിക്കാൻ പണം തിരികെ ആവശ്യപ്പെട്ടു. 8 ലക്ഷം രൂപ ജീവനക്കാർ തിരികെ നൽകി. ബാക്കി പണം നൽകാമെന്നും പോലീസിൽ പരാതിപ്പെടരുതെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ചർച്ചയ്ക്ക് ശേഷം തിരികെ പോയ ജീവനക്കാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കേസെടുത്തതിന് പിന്നാലെയാണ് വനിതാ ജീവനക്കാർ കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് പണം കൈക്കലാക്കി എന്നീ ആരോപണങ്ങളാണ് പരാതിയിലുണ്ടായിരുന്നത്. നേരത്തെ തന്റെ സ്ഥാപനത്തിൽ മുമ്പ് ജോലി ചെയ്തിരുന്നവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണമായി ദിയ പരസ്യമായി തന്നെ രംഗത്ത് വരികയായിരുന്നു. ഗർഭിണിയായ തന്നെ ജീവനക്കാർ പറ്റിച്ചുവെന്ന് അവർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു. പ്രീമിയം കസ്റ്റമേഴ്സിനെ കേന്ദ്രീകരിച്ചായിരുന്നു QR കോഡിൽ തിരിമറി കാണിച്ചുള്ള തട്ടിപ്പെന്നും അന്ന് ദിയ ആരോപിച്ചിരുന്നു. സ്ഥാപനത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ട സംഭവത്തിൽ ആരോപണ വിധേയരായ ജീവനക്കാരുമായി കൃഷ്ണകുമാറും ദിയയും ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. അത് പ്രകാരമാണ് 8 ലക്ഷം രൂപ നൽകിയത്. ബാക്കി പിന്നീട് നൽകാമെന്നായിരുന്നു ജീവനക്കാരികളും അവരുടെ ബന്ധുക്കളും അറിയിച്ചത്. എന്നാൽ ഇവർ പിന്നീട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കൃഷ്ണകുമാറും കുടുംബവും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. തനിക്കും വീട്ടുകാർക്കുമെതിരെ ജീവനക്കാർ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് തന്നെ ദിയ കൃഷ്ണ രംഗത്ത് വന്നിരുന്നു. ജാതിയുമായി അധിക്ഷേപിച്ചു എന്ന ആരോപണം വ്യാജമാണെന്ന് ദിയ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആരെയും ജാതിയുമായി അധിക്ഷേപിക്കുന്ന ആളല്ല താൻ. ജാതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നിലും ജാതി കാണുന്നവരല്ല തങ്ങളെന്നും നേരത്തെ ദിയ വ്യക്തമാക്കിയിരുന്നു.